അതോർക്കുകയാണ് എന്തൊക്കെയായിരിക്കും ഈ കേന്ദ്ര ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നത്. അതോടൊപ്പം തന്നെ കേരളത്തെയും സംബന്ധിച്ചിടത്തോളം എന്താണ് കേരളത്തിന് എന്നത് പ്രധാനപ്പെട്ടതാണ്. അതിന് ഞാൻ പോകുന്നതിന് മുമ്പ് തന്നെ ഈ ബജറ്റിന് ചില സവിശേഷതകളുണ്ട്. എന്തൊക്കെയെന്നതാണ് നമ്മൾ ആദ്യം പരിശോധിക്കാൻ പോകുന്നത്. സൂചിപ്പിച്ചു കഴിഞ്ഞു, ഇത് മൂന്നാം മോദി സർക്കാരിൻ്റെ മൂന്നാമത്തെ ബജറ്റ് എന്ന നിലയിൽ തന്നെ ഏറെ പ്രധാനപ്പെട്ട ഒരു ബജറ്റാണ് എന്നതാണ് എടുത്തു പറയേണ്ടത്. അതിൽ തന്നെ കേന്ദ്ര ബജറ്റ് ഞായറാഴ്ച അവതരിപ്പിക്കുന്നു എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. ഈ സമീപകാലത്തൊന്നും ബജറ്റ് അങ്ങനെ ഞായറാഴ്ച അവതരിപ്പിക്കുന്ന സാഹചര്യം ഇല്ല. നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ബജറ്റ് ഉൾപ്പെടെയുള്ള ഈ പാർലമെന്റിലെ നടപടിക്രമങ്ങളിൽ ചില കാതലായ മാറ്റങ്ങൾ സൃഷ്ടിച്ചിരുന്നു. ആ മാറ്റത്തിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഈ ബജറ്റ് ഫെബ്രുവരി 1 അവതരിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഇത്തവണ ഫെബ്രുവരി 1 എന്നത് പ്രവൃത്തി ദിനമല്ല. ചിലപ്പോഴെങ്കിലും ഈ പ്രവൃത്തി ദിനം അല്ലാത്തതുകൊണ്ട് അത് മാറ്റിവെക്കും എന്നൊക്കെ കരുതിയിരുന്നുവെങ്കിൽ അങ്ങനെ മാറ്റിവെക്കേണ്ടതില്ല എന്നത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. ഈ അവധി ദിനം എന്നത് മാത്രമല്ല, ഈ വിപണികൾ പോലും അവധി ദിനത്തിൽ ആകുന്നൊരു സാഹചര്യമുണ്ട്. നമുക്കറിയാം, പലപ്പോഴും ബിസിനസ് വാർത്തകൾ ശ്രദ്ധിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും, കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കുന്ന അന്ന് വിപണികളിലെ ചാഞ്ചാട്ടം അത് ഈ ബജറ്റ് അനുകൂലമോ പ്രതികൂലമോ എന്നതിൻ്റെ സൂചനകൾ കൂടിയാണ് നൽകുന്നത്. അപ്പോൾ വിപണി തുറന്നിരിക്കുന്ന ദിവസങ്ങളിലാണ് പ്രധാനമായും ബജറ്റ് അവതരിപ്പിക്കാറുള്ളത്. അതേസമയം ബജറ്റിൻ്റെ അടിസ്ഥാനത്തിൽ വിപണി തുറന്ന പശ്ചാത്തലം കൂടിയൊക്കെ നമുക്ക് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാകും. അങ്ങനെ എന്തായാലും ഞായറാഴ്ച ബജറ്റ് അവതരിപ്പിക്കുന്നു എന്നത് തന്നെയാണ് അതിൽ എടുത്തു പറയേണ്ടത്. അടുത്ത ഒന്ന് എന്നത് ധനമന്ത്രി നിർമ്മല സീതാരാമനെ സംബന്ധിച്ചിടത്തോളം ഇത് തുടർച്ചയായ 9ാമത്തെ ബജറ്റ് എന്നതാണ്. നമുക്കറിയാം, ഏറ്റവും കൂടുതൽ ബജറ്റുകൾ അവതരിപ്പിച്ചിട്ടുള്ള വനിതയാണ്. അതോടൊപ്പം തന്നെ തുടർച്ചയായി ബജറ്റുകൾ അവതരിപ്പിക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. ഒപ്പം നരേന്ദ്രമോദി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇത് അഭിമാനകരമാണ്. രാജ്യത്ത് നരേന്ദ്രമോദി സർക്കാർ മൂന്നാം ടേമാണിപ്പോൾ മോദിയുടേത്. അങ്ങനെ നരേന്ദ്രമോദിയുടെ 3ാമത്തെ ബജറ്റാണ് അവതരിപ്പിക്കപ്പെടുന്നത് എന്നതുകൂടിയാണ് എടുത്തു പറയേണ്ടത്. ഇങ്ങനെയൊരു ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ പ്രേക്ഷകരോട് പ്രത്യേകം സൂചിപ്പിക്കാനുള്ളത്, സാധാരണ നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പ് വർഷത്തിലേക്കൊക്കെ, അതായത് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വർഷത്തിലേക്കൊക്കെ കടക്കുമ്പോൾ എന്തൊക്കെയായിരിക്കാം വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാവുക, വോട്ട് ബജറ്റിൽ എന്നൊക്കെയുള്ള ആകാംക്ഷയുണ്ട്. പക്ഷേ ഒരു സർക്കാർ അധികാരത്തിലേറിയ ആ സർക്കാരിന് വലിയ പ്രതിസന്ധിയൊന്നുമില്ല എങ്കിൽ ഈ 3ാമത്തെ വർഷത്തെ ബജറ്റ് എന്നതൊക്കെ വലിയ ഘടനാ വ്യത്യാസങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ബജറ്റാകാൻ സാധ്യതയില്ല. പക്ഷേ നമുക്കത് മുൻകൂട്ടി പ്രവചിക്കുക സാധ്യമല്ല. എങ്കിൽ പോലും എല്ലാവരും ഉറ്റുനോക്കുന്ന ഒന്ന് എന്നത് നികുതി ഘടനയിൽ മാറ്റം ഉണ്ടാകുമോ എന്നത് തന്നെയാണ്. അതിൽ തന്നെ മുതിർന്ന പൗരന്മാർക്ക് പ്രത്യേകമായ ഇളവുകൾ നൽകുമോ എന്നത് സംബന്ധിച്ച സംശയങ്ങൾ ഉണ്ടാകുന്നുണ്ട്. കാരണം ഇപ്പോൾ തന്നെ ഈ പ്രത്യേകമായ ഇളവുകൾ ഉൾപ്പെടെ കഴിഞ്ഞ ബജറ്റ് അവതരണ വേളയിൽ അടക്കം ചർച്ച ചെയ്യപ്പെട്ടതാണ്. അങ്ങനെ ഉണ്ടാകുമെന്ന സൂചനയും പുറത്തു വന്നതാണ്. ഞാൻ വാർത്തയുടെ വിശദാംശങ്ങളുമായി TG സജിത്തിലേക്ക് ആണ് പോകുന്നത്. സജിത്ത്, നമ്മൾ കേരളം പ്രതീക്ഷിക്കുന്ന ഒട്ടേറെ കാര്യങ്ങളുണ്ട്, അതിലേക്ക് വരാം. അതിനു മുമ്പ് ഈ ബജറ്റിനേറെ സവിശേഷതകളുണ്ട്. മൂന്നാം മോദി സർക്കാരിൻ്റെ 3ാം ബജറ്റ്, ഒരു വനിത എന്ന നിലയിൽ ബജറ്റ് ഇങ്ങനെ തുടർച്ചയായി അവതരിപ്പിക്കുന്നു. തുടർച്ചയായ 9ാം ബജറ്റ് കേന്ദ്ര സർക്കാരിൻ്റെ ബജറ്റ് ആയതുകൊണ്ട് തന്നെ എല്ലാ സംസ്ഥാനങ്ങൾക്കും നൽകേണ്ടതുണ്ട്. പക്ഷേ തെരഞ്ഞെടുപ്പ് നടക്കുന്ന കേരളം, തമിഴ്നാട് പോലെയുള്ള സംസ്ഥാനങ്ങൾ മുന്നിലുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒരു പശ്ചാത്തലത്തിൽ ഈ ബജറ്റ് എത്രത്തോളം പ്രധാനപ്പെട്ടതാണ്? നികുതി ഘടനയിൽ കഴിഞ്ഞ തവണ വലിയ മാറ്റം വരുത്തിയിട്ടുണ്ട്. GST പരിഷ്കരിക്കുകയും അങ്ങനെ 90% ഉൽപ്പന്നങ്ങൾക്കും കുറഞ്ഞ നികുതിയാണ് ഇപ്പോൾ രാജ്യത്തുള്ളത് എന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ് പൊതുവിൽ ബജറ്റിൻ്റെ ഒരു പൊതുചിത്രമായി നമുക്ക് പ്രതീക്ഷിക്കേണ്ടി വരുന്നത്? അഭിലാഷ് തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഞായറാഴ്ച ദിവസം രാജ്യത്തിൻ്റെ ഒരു ബജറ്റ് അവതരണം എന്ന കൗതുകം നാളത്തെ ദിവസമുണ്ട് എന്നതാണ്. നാളത്തെ ആ ദിവസത്തിൻ്റെ പ്രത്യേകതകൾ കൂടി പരിഗണിച്ചുകൊണ്ടാണ്, ആ പ്രത്യേക സാഹചര്യം പരിഗണിച്ചുകൊണ്ടാണ് നാളെ ബജറ്റ് അവതരണം നടക്കുന്നത് എന്നത് അഭിലാഷ് സൂചിപ്പിച്ചു കഴിഞ്ഞു. ഒപ്പം നിർമ്മല സീതാരാമൻ എന്ന ഒരു വനിതാ ധനമന്ത്രിയുടെ ബജറ്റ് അവതരണത്തിൻ്റെ തുടർച്ച, അതും മറ്റൊരു കൗതുകം കൂടിയാണ്. ഇതിനപ്പുറം ബജറ്റിൻ്റെ ഉള്ളടക്കത്തിലേക്ക് വരുമ്പോൾ, അതിൻ്റെ പ്രതീക്ഷകളിലേക്ക് വരുമ്പോൾ, ഒരുപക്ഷെ സമീപകാലത്ത് കേരളം ഏറ്റവും പ്രതീക്ഷ വയ്ക്കുന്ന ഒരു ബജറ്റ് എന്നൊരു പ്രത്യേകത കൂടി ഇത്തവണത്തെ കേന്ദ്ര ബജറ്റിനുണ്ട്. മറ്റൊന്നുമല്ല, അതിന് കാരണം ചില രാഷ്ട്രീയ കാരണങ്ങൾ തന്നെയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന രാഷ്ട്രീയ കാരണം. 5 സംസ്ഥാനങ്ങളുടെ തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിക്കലാണ് കേന്ദ്ര ബജറ്റ് ഇത്തവണ അവതരിപ്പിക്കപ്പെടുന്നത്. ഈ 5 സംസ്ഥാനങ്ങളും BJPക്ക് രാഷ്ട്രീയപരമായി സാധ്യതകളും പ്രതീക്ഷകളും ലക്ഷ്യങ്ങളുമുള്ള ഇടമാണ്. അതുകൊണ്ട് തന്നെ ആ സംസ്ഥാനങ്ങൾക്കൊരു കരുതൽ സ്വാഭാവികമായും ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നമുക്കറിയാം, സമീപകാലങ്ങളിലെല്ലാം
കേന്ദ്ര ബജറ്റിനെ കുറിച്ച് പൊതുവിൽ കേരളത്തിൽ നിന്നുണ്ടാവുന്ന വിമർശനം കേരളത്തിന് വേണ്ടത്ര പരിഗണന കിട്ടുന്നില്ല എന്നതൊക്കെയായിരുന്നു. പക്ഷേ അത് മറികടന്നുകൊണ്ടുള്ള ചില പ്രതീക്ഷകളൊക്കെ പങ്കുവയ്ക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് കേരളത്തിൻ്റെ പ്രതീക്ഷകൾ ആ തരത്തിലാണ്. എന്താണ് കേരളത്തിൻ്റെ പ്രതീക്ഷ? നമുക്ക് അതിലേക്ക് വിശദമായി വരാം. തീർച്ചയായും സജിത്ത് സൂചിപ്പിക്കുന്ന പോലെ കേരളത്തിന് എന്ത് എന്നതാണ് എല്ലാവരും ഇത്തവണയും കാത്തിരിക്കുന്നത്. മലയാളികളിൽ അത് തന്നെയായിരിക്കും ആകാംക്ഷ. പക്ഷേ ഈ സൂചിപ്പിക്കുന്നത് പോലെ നികുതി ഘടനയിൽ നികുതി സ്ലാബുകളിൽ മാറ്റമുണ്ടാകുമോ എന്നതൊക്കെ രാജ്യത്തെ മുഴുവൻ ആളുകളെയും പ്രത്യേകിച്ച് മലയാളികളെ കൂടി ബാധിക്കുന്ന ഒന്നാണ്. കാരണം മറ്റ് സംസ്ഥാനങ്ങളുമൊക്കെയായി താരതമ്യം ചെയ്യുമ്പോൾ ജീവിത നിലവാരത്തിൽ മുന്നിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഈ കൂലിയുള്ള സംസ്ഥാനം കൂടിയാണ് കേരളം. അതുകൊണ്ടൊക്കെയാണ് ഈ നികുതി സ്ലാബ് മാറ്റുമ്പോൾ അത് മലയാളികളേറെ ശ്രദ്ധിക്കുന്നത്. കേരളത്തിന് എന്തൊക്കെ എന്നത് ഉൾപ്പെടെ നമുക്ക് പരിശോധിക്കാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.